വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 13 വരെ വചനങ്ങളിൽ ശിഷ്യന്മാർ ഈശോ ചോദിക്കുന്നുണ്ട്, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നതുകൊണ്ട്. അപ്പോൾ ഈശോയോട് പറയാണ്, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിന്ന് പീഡകളേക്കാൻ പോകുന്നു. വചനം മനസ്സിലാക്കി തരികയാണ്, ദൈവം നമ്മുടെ നന്മയ്ക്കും രക്ഷയ്ക്കുമായിട്ട് അയക്കുന്ന ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർ നമ്മുടെ ചുറ്റുമുണ്ടാവും. നാം അവരെ വേദനിപ്പിക്കാതിരിക്കാനും തിരസ്കരിക്കാതിരിക്കാനും അവരെ കുറ്റം പറയാതിരിക്കാനും അവരെ പീഡിപ്പിക്കാതിരിക്കാനും പരിശ്രമിക്കണം. മനുഷ്യരായതിനാൽ അവർക്ക് കുറ്റങ്ങളും കുറവുകളും ബലഹീനങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ നമുക്ക് അവരെ വിധിക്കാനുള്ള യോഗ്യതയില്ല. എല്ലാവരെയും വിധിക്കാനുള്ള യോഗ്യത ദൈവത്തിന് മാത്രമാണുള്ളത്. അവർ അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതും അവരിലൂടെ ദൈവം ദൈവജീവിതത്തിനായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളും ഭക്ഷിക്കുന്നുണ്ടാവും. അവർ അവരുടെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് പോലെ നാം നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. അതിനാൽ നാം മൂലം അവരെ വേദനിപ്പിക്കാതിരിക്കാനും തിരസ്കരിക്കപ്പെടാതിരിക്കാനും പരിശ്രമിക്കണം. നാം അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ദൈവത്തോട് ചേർന്ന് സംസാരിക്കുന്നത് ശ്രവിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അവരുടെ കൃപയ്ക്കായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ അവരിലൂടെ ദൈവം ഭക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ നല്ലതും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞതുമായി തീരാനായിട്ട് നാം പരിശ്രമിക്കുകയും വേണം. രണ്ടാമതൊരു വചനമനസ്സിലാക്കുകയാണ്, നമ്മളും ദൈവത്തോട് ചേർന്ന് ജീവിച്ചാലും പലപ്പോഴും വേദനകളും പരിഹാസങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വരും. അവയെല്ലാം പ്രവാചകന്മാരും ശിഷ്യന്മാരും ഈശോയും ഏറ്റെടുത്ത് ദൈവത്തെ അനുഗമിക്കുകയും ദൈവം നിറവേറ്റുകയും ചെയ്തതുപോലെ വേദനകളിലും ദൈവം നിറവേറ്റുന്നുള്ള കൃപയ്ക്കായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവശുശ്രൂഷകരെ നമ്മുടെ ജീവിതം കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാനും ദൈവത്തെ അനുഗമിക്കുമ്പോഴുണ്ടാകുന്ന വേദനകളിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെയും ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും ദൈവവചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.